ഞാൻ ഷാലു വിനു. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മാജിക്കൽ ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലിനെ പറ്റിയിട്ടുള്ളതാണ്. ഈ ഒരു ഹെയർ ഓയിൽ കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്യുന്ന ഹെയർ പാക്സ് ഏതൊക്കെയാണ്, ഹെയർ ഓയിൽ ഏതൊക്കെയാണെന്നുള്ളത്. സോ ഈ ഒരു ഹെയർ ഓയിൽ ആണ് ഞാൻ ഒരുപാട് നാളുകളായിട്ട് യൂസ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ്സ് വെരി എഫക്റ്റീവ് ഗൈസ്. ഹെയർ ലോസ് നമുക്ക് ഒരുപാട് കുറയ്ക്കും, നല്ല തിക്കായിട്ട് റൂട്ടിൽ നിന്ന് തന്നെ ഹെയർ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നല്ല സിൽക്ക് ആൻഡ് സ്മൂത്ത് എഫക്റ്റ് തരും നമ്മുടെ ഈ ഹെയറിലൊക്കെ ആയിട്ട്. അപ്പൊ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം ആൻഡ് നല്ല അടിപൊളിയുമാണ് ഈ ഹെയർ ഓയിൽ. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നും എങ്ങനെയാണ് നമ്മുടെ ഈ അടിപൊളി ഹെയർ ഓയിൽ ചെയ്യുന്നതെന്നും. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 2.5 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ഉലുവ, ഒരു കൈ നിറയെ കറിവേപ്പില, പിന്നെ 2 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിലും വേണം. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ മാജിക്കൽ ഹെയർ ഓയിൽ ചെയ്യുന്നത്. ഞാൻ ഉലുവയൊക്കെ ഇവിടെ കുറച്ച് കൂടുതൽ എടുക്കുകയാണ്. ഉലുവയൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നമുക്ക് ഡ്രൈ ഹെയർ ഒക്കെ മാറ്റി അത് നല്ല മോയ്സ്ചറൈസ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഫ്രിസിനെസ് ഒക്കെ ഒന്ന് മാറ്റുകയും ചെയ്യും. നമ്മുടെ മുടിക്ക് നല്ല സോഫ്റ്റ്നെസ്സും ഷൈനും ഒക്കെ കൊടുക്കും. അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ അറ്റമൊക്കെ പിളരില്ലേ, അങ്ങനെയുള്ള സ്പ്ലിറ്റൻസ് ഒക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. ഈ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉലുവ നമ്മുടെ ഹെയർ നല്ല തിക്കാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഹെയർ ഫോൾ ഒക്കെ മാറ്റി തരും കേട്ടോ. നല്ല പോലെ മുടി വളരാനും ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ മാറ്റാനും നല്ല പോലെ ഹെൽപ്പ് ചെയ്യും. ഈ ഉലുവ നമ്മുടെ ഹെയറിന് പാക്കിലായാലും ഓയിലാക്കി ചെയ്യാനും വളരെ നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. കാസ്റ്റർ ഓയിൽ നമ്മൾ ലാസ്റ്റ് ആണ് കേട്ടോ ചേർക്കുന്നത്. ഇപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. ഈ സവാളയൊക്കെ നല്ലതുപോലെ മൂത്ത് ഒരു നല്ല ബ്രൗൺ കളർ ആവുന്നതാണ് ഈ എണ്ണയുടെ പരുവം. ഈ സവാളയിൽ സൾഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എക്സ്ട്രാ ആയിട്ടൊരു സൾഫർ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിനെ നല്ല സ്ട്രോങ് ആക്കി വെക്കും, നല്ല തിക്കായിട്ടുള്ള ഹെയറും തരും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ സെൽസ് ഒക്കെ നല്ല ഹെൽത്തി ആക്കി വെക്കുകയും മുടിയൊക്കെ നല്ല പോലെ വളരാനും ഹെൽപ്പ് ചെയ്യും. ഈ ഓനിയനൊക്കെ അകാല നിറം മാറാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ഇപ്പം നോക്ക്, നമ്മുടെ ഓനിയനൊക്കെ നല്ല പോലെ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. കറിവേപ്പിലയും നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഈ കറിവേപ്പില ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ തലയോട്ടിയൊക്കെ നല്ല മോയ്സ്ചറൈസ് ചെയ്ത് ഡാൻഡ്രഫ് ഒക്കെ മാറ്റാനും അതേപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ തടയാനും ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. നമുക്കൊരു 2 മണിക്കൂർ ഇതിങ്ങനെ മൂടി തന്നെ വെക്കാം. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തണുത്തിട്ട് നമ്മൾ ഈ വറുത്തിരിക്കുന്ന സവാളയും ഉലുവയൊക്കെ ഫ്ലേവർ നല്ല പോലെ ഇതിൽ ഇറങ്ങും. ഇനി നമുക്ക് ഒരു കപ്പ് എടുത്തിട്ട് ചായയൊക്കെ അരിക്കുന്ന ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2-3 മണിക്കൂർ നമ്മൾ ഇതിങ്ങനെ വെച്ചത് കൊണ്ട് ഈ ഉലുവയുടെയും കറിവേപ്പിലയുടെയും സവാളയുടെയും ഒക്കെ ഗുണം നല്ലതുപോലെ നമ്മുടെ എണ്ണയിലേക്ക് ഇറങ്ങും. ഇതെല്ലാം നമ്മുടെ മുടി വളരാൻ നല്ലതുപോലെ സഹായിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ആ കളറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എണ്ണയുടെ ഒരു കളറ് നല്ല ക്ലിയർ ആയിട്ടുള്ള വെളിച്ചെണ്ണയായിരുന്നു. ഇപ്പം നമ്മൾ ഇതെല്ലാം ചേർത്ത് ഇത് കാച്ചിയത് കൊണ്ട് ഇതിൻ്റെ എല്ലാം കളറൊന്ന് ഇറങ്ങി നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഉലുവയാണ്. ഉലുവയുടെ അളവ് ഒട്ടും കുറയാൻ പാടില്ല കേട്ടോ. സവാള അതേപോലെ തന്നെ ഒരുപാട് നമ്മുടെ മുടി വളരാനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ കാസ്റ്റർ ഓയിൽ നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കുന്നതാണ്.
അതേപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ നല്ല തിക്കാക്കി നല്ല ഷൈനാക്കി വെക്കുന്ന ഒന്നാണ് ഈ കാസ്റ്റർ ഓയിൽ. പിന്നെ കാസ്റ്റർ ഓയിലൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാസ്റ്റർ ഓയിലിൻ്റെ അളവ് കൂടിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മളിപ്പോൾ 1/2 കപ്പ് എണ്ണയ്ക്ക് 2.5 മുതൽ 3 ടേബിൾ സ്പൂൺ അടുത്ത് വരെ കാസ്റ്റർ ഓയിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ 1/2 കപ്പ് എണ്ണയ്ക്ക് 1/2 കപ്പ് കാസ്റ്റർ ഓയിൽ എടുത്താലും കുഴപ്പമില്ല. കാര്യം നമുക്കത് അത്ര ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടി വളരാനായിട്ട്. ഇനി നമുക്ക് ഈ എണ്ണ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റണം. ഇപ്പൊ ഈ സവാളയുടെ ഒക്കെ സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിന്റെ ഒരു ചെറിയ സ്മെല്ലും അതിൽ വരും. എനിക്ക് പക്ഷേ ഈ കാച്ചിയ എണ്ണയുടെ മണം നല്ല ഇഷ്ടമാണ്. അപ്പൊ ഞാനിതിൽ ഓയിലൊന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ അടിപൊളിയായിട്ട് ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല കിടുക്കാച്ചി കാച്ചിയ എണ്ണ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് കയ്യിലേക്ക് എടുത്തിട്ട് നല്ലതുപോലെ അത് തലയിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തലയോട്ടിയിൽ വേണം ഈ എണ്ണ നല്ലതുപോലെ തേക്കാനായിട്ട്. അതിനുശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഷാമ്പുവും കണ്ടീഷണറും വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. ആഴ്ചയിൽ 1 തവണയെങ്കിലും ഇങ്ങനെ ചെയ്യണം. ഇത് യൂസ് ചെയ്ത് ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ പ്രകടമായിട്ടുള്ള മാറ്റം കാണാൻ പറ്റും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.